ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുറേ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഫോട്ടോ പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൂഫൊക്കെ തീർന്നിരിക്കുമായിരുന്നു. പിന്നെ എംബ്രോയ്ഡറി ഐറ്റംസ്, പിന്നെ ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കണം, പിന്നെ എക്സ്പോഷൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടി, വടശ്ശേരിയിൽ തന്നെ കിട്ടി. ഇനി കിട്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ തിരുവല്ലയിലും പത്തനംതിട്ട അവിടെ നിന്നൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന ആ വഴിക്കത്തുള്ള കാഴ്ചകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പരുമല പള്ളിയിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പരുമല പള്ളിയുടെ പരിസരമൊക്കെ നിങ്ങളെ കണ്ടുള്ളതായിരിക്കും. എന്നാലും ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇതാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. കുറേ ഉണ്ട്, കുറേ തയ്യൽ മെഷീൻ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഇനി ഇവിടെയൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും പോയി നമുക്ക് നോക്കാം. നമുക്ക് താഴോട്ടിറങ്ങാം. യാത്ര പോകുന്നത് എല്ലാവരുടെയും മാസ്കൊക്കെ ഇട്ടിട്ട് പോവുക. കാരണം കൊറോണയൊക്കെ അല്ലേ, എപ്പോഴാണ് വന്ന് പിടിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഒരു സേഫ്റ്റി എടുക്കാം, സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഞാനിപ്പോൾ താഴോട്ടിറങ്ങാൻ പോകണം. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. എൻ്റെ വീടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതൊരു ട്രാവൽ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പം ഇതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണിത്. താഴെയാണ് ഗേറ്റ് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്കിങ്ങനെ പതുക്കെ നടന്നു പോവാം. ഇവിടെ എല്ലാം തെന്നിക്കിടക്കുകയാണ്. എപ്പോഴാണ് തെന്നി വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തെന്നി വീണത് തന്നെ. നമുക്ക് പതുക്കെ നടക്കാം. കുമ്മായമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം മഴ പെയ്ത് ഒലിച്ചുപോയി. നമുക്ക് പതുക്കെ നടക്കാം. നല്ല സീനറി അല്ലേ. വെള്ളം ഒന്നുണ്ട് ഇവിടെ. തൊട്ടടുത്ത് ആറുണ്ട്, പമ്പയാറാണ്. വെള്ളം ഒന്നും പൊങ്ങിയാലൊന്നും ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരെ ഒന്നും, വീടിൻ്റെ ഗേറ്റ് വരെ മുങ്ങും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വീടിൻ്റെ ഗേറ്റ് വരെ മുങ്ങിയായിരുന്നു. ഗേറ്റ് ഏതാണ്ട് ഈ കാണുന്ന കിണറിൻ്റെ അവിടെ വരെ മുങ്ങിയായിരുന്നു. വീടിൻ്റെ അവിടോട്ടൊന്നും കയറിയില്ല. എനിക്കാണ് ഈ ഗേറ്റ് തുറക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ പമ്പയാറൊക്കെ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ ഗേറ്റ്. ഈ ഗേറ്റ് ഒന്ന് തുറക്കണം. ആറ് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ പമ്പയാറെന്ന് പറയുന്നത്. എൻ്റെ വീടാണ് തൊട്ട് മുമ്പിൽ കാണുന്നത്, മേളിൽ. പക്ഷെ വണ്ടി എടുത്തെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ എടുക്കാം.
സേഫായിട്ട് തന്നെ തിരിച്ചെത്തി. വന്ന ഉടനെ കയറി കുളിച്ചു, കഴിച്ചു, ഡ്രസ്സൊക്കെ മാറി. പിന്നെന്താ, സാധനങ്ങളൊക്കെ കട്ടിലൊക്കെ കൊണ്ടുവച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒന്നിന് സാധനങ്ങൾ കാണും, എന്തൊക്കെ ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് വാങ്ങിച്ചിട്ടുള്ളത് കാണാം. തയ്യൽ മെഷീനൊക്കെ കിട്ടി. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് കൂടെ കിട്ടാനുണ്ട്. ചാർട്ട് പേപ്പർ, ഗ്ലിറ്റർ പേപ്പർ, സ്കെച്ച് പെൻ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടാനുണ്ട്. അതൊന്നും അവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഒന്നുകൂടെ പുറത്തിറങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഈ പുറത്തിറങ്ങുന്നത് തിങ്കളാഴ്ച ആയിരിക്കും, നാളെ സൺഡേ അല്ല, നാളെ അവധിയല്ലേ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി, അതൊക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ പുറകാലെ ഇടുന്നതായിരിക്കും.